ഓണസദ്യ കളർഫുള്ളാക്കാനായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ബീട്രൂട്ട് ചെറിയതായിട്ട് കുത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനൊരു എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നോട്ടെ. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റോളം നന്നായി ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം കളറൊക്കെ മാറി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ബീട്രൂട്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പിലയും ഒരല്പം കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത അരപ്പ് നമുക്കിനി ആ ബീട്രൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരപ്പും ബീട്രൂട്ടും കൂടെ നല്ല രീതിയിൽ ഇളക്കി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ബീട്രൂട്ട് പച്ചടിയിൽ ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ്. പുളിയുടെ പാകത്തിന് നമുക്കിതിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈര് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ ചേർക്കുന്നതിനുള്ള തയ്യാറാക്കി എടുക്കാം. എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് ഈ പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചടി തയ്യാറായിട്ടിരിക്കുന്നു. അതിലേക്കുള്ള താളിപ്പും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആ എണ്ണയിൽ തന്നെ ഒരു കറിവേപ്പിലയും ഒരു പച്ചമുളകും വെറുതെ ഒന്ന് വറുത്ത് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിരിക്കും. എല്ലാവരും ഈ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.